ഇപ്പോഴത്തെ പരിമിതികളെ മറികടന്ന് നിങ്ങൾക്ക് ആകാനാകുന്ന സാധ്യതകളെ തിരിച്ചറിയാനാകുമോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ട്രാൻസെൻഡന്റൽ സെൽഫ് ഈസ് ദ പൊട്ടൻഷ്യൽ that guides us beyond limits to growth. അതീതാത്മം. എന്താണ് അതീതാത്മം എന്നതാണ് ഇന്ന് നമ്മൾ പ്രധാനമായി പരിശോധിക്കുന്നത്. അതിൽ നമ്മൾ ചോദിക്കുന്ന 2-3 കാര്യങ്ങൾ: ഞാനായിരിക്കുക എന്നത് നൽകുന്ന സാധ്യതകൾ എന്തെല്ലാമാണ്? ഞാനായിരിക്കുക, ഈ സാധ്യതകൾ നമ്മെ എത്തിക്കുന്ന ഇടം എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോ അതീത ആത്മം എന്ന് പറയുന്ന നമ്മുടെ സാധ്യതകളെ നിരീക്ഷിക്കുന്ന ഒരു ഏരിയയെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിർമ്മിത ആത്മത്തെക്കുറിച്ച്, ഉടമസ്ഥ ആത്മത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സ്പർശനീയമായ ആത്മത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ തൊട്ടറിയുന്നത്, നമ്മൾ നമ്മുടേതെന്ന് കരുതുന്നത്, അതുപോലെ തന്നെ നമ്മൾ നിർമ്മിച്ചത്, ഇതൊക്കെ ആയിട്ടുള്ള ആത്മങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇവിടെ മുതൽ ഇനി നമ്മൾ സ്പർശിച്ചിട്ടില്ലാത്ത, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത, എന്നാൽ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു ആത്മത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഇതില് പ്രധാനമായിട്ടും ഈ അതീതം എന്ന ഒരു പദത്തെ നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. അതീതം എന്ന് വെച്ചാൽ ട്രാൻസെൻഡന്റൽ. ട്രാൻസെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ടറിയുന്നു, സ്വന്തമാക്കി വെക്കുന്നു, നമ്മൾ നിർമ്മിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പ്രകടമായ വീക്ഷണത്തില്, നമ്മുടെ അനുഭവത്തില്, അല്ലെങ്കിൽ നമ്മുടെ ബോധമനസ്സില് ബോധപൂർവമായ പ്രക്രിയകളുടെ ഭാഗമായി വരുന്നതാണ്. അതീതം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇന്ദ്രിയാതീതം എന്നൊക്കെ പറയില്ലേ? ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ളത്, ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ള ഒന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോ വിശപ്പ് വരുന്നു, ഇന്ദ്രിയ ഗോചരമാണോ അത്? അല്ല. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചോദനകൾ, ഇപ്പൊ ദാഹം എന്നുള്ളൊരു ചോദനയാണ്, ലൈംഗികത ഒരു ചോദനയാണ്, വിസർജനം ഒരു ചോദനയാണ്, അതുപോലെ നമുക്ക് ഇഷ്ടമുണ്ടാകുന്നു, വെറുപ്പുണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദനകളാണ്. ഇത് ഇന്ദ്രിയാനുഭവമാണോ? ഇന്ദ്രിയങ്ങളിൽ നമുക്ക് തോന്നുന്നതല്ല ഇത്. നമുക്ക് തൊട്ടറിയാവുന്ന കാര്യമല്ല, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമാണ്. അതിനെയാണ് ഇന്ദ്രിയാതീതം എന്ന് പറയുക. അതീതം അതായത് നമുക്ക് ദൃശ്യമായ, ടാഞ്ചിബിൾ ആയിട്ടുള്ള, സ്പർശനീയമായിട്ടുള്ള കാര്യങ്ങൾക്കും അപ്പുറത്ത്, നമ്മൾ നിർമ്മിച്ചതിനും അപ്പുറത്ത്, നമ്മൾ സ്വന്തമാക്കി വെച്ചിട്ടുള്ള അപ്പുറത്ത്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനും അപ്പുറത്തുള്ള ചിലത്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സ്പർശനീയമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് തെളിവില്ല എന്നുള്ളതാണ്. നമ്മൾ യൗക്തികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ പോവുകയാണെങ്കിൽ ഇതിനൊക്കെ തെളിവ് വേണം, വസ്തുനിഷ്ഠമാകണം എന്ന് പറയും. വിശപ്പിനെ നമുക്ക് എങ്ങനെയാണ് വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കാൻ കഴിയുക? നമുക്ക് വേണമെങ്കിൽ സാങ്കേതികമായി വിശക്കുന്ന സമയത്ത് ഇന്ന എൻസൈമുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നതരം ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. പക്ഷെ വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തെ നമുക്ക് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? ആ ഒരു ഇടത്ത് നമ്മൾ അറിയുന്ന ഒരു നമ്മളുണ്ട്. ഇപ്പൊ എനിക്ക് കോപം വരുന്നു എന്നുള്ളത് ആയിരിക്കില്ല ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ പ്രകടിപ്പിക്കുന്നതേ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ കോപം വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? എന്റെ പരിസരത്തെ ഒരു നില എനിക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പ്രത്യാശിക്കുന്ന രീതിയിലായി തീർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കരുതുന്ന രീതിയിലായി തീർന്നിട്ടില്ലെങ്കിൽ, അത് ആകാത്ത സാഹചര്യത്തോടുള്ള എന്റെ വിയോജിപ്പാണ് കോപമായി വരുന്നത്. ഇത് ഇന്ദ്രിയാതീതമല്ലേ? പക്ഷെ നമ്മളത് അനുഭവിക്കുന്നില്ലേ?
അപ്പൊ ഈ ഒരു ഇടത്തെയാണ് നമ്മൾ അതീത തലം എന്ന് പറയുന്നത്. അതീതമാണ്, നമ്മൾ ഇന്ദ്രിയാനുഭവങ്ങൾക്കും അതീതമാണത്, ഇന്ദ്രിയാതീതമാണ്. അപ്പൊ അതാണ് ട്രാൻസെൻഡൻസ് എന്നുള്ള പദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതീതം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മൾ സ്പർശിച്ച ഞാൻ, നമ്മൾ സ്വന്തമാക്കി വെച്ച ഞാൻ, അതിനും അപ്പുറത്ത് നമ്മൾ നിർമ്മിച്ചെടുത്ത ഞാൻ, നമ്മളെ പ്രകടിപ്പിക്കുന്ന വെളിപ്പെടുത്തുന്ന ഒക്കെ ആയിട്ടുള്ള ഞാനുണ്ടല്ലോ, ഇതൊക്കെ അല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന, എനിക്ക് പാടാനൊരു ചോദനയുണ്ടാവുന്നു, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ആശയത്തെ കണ്ടെത്തുന്നത്, ആ ആശയത്തിനനുസരിച്ച് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു 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 ക്ഷണം വരികയാണ്, എനിക്കത് ചെയ്യാനാകും, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉള്ളിൽ ഉണ്ടാവുകയാണ്. അത് ഈ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത, ഞാൻ സ്വന്തമാക്കി വെച്ച, ഞാൻ സ്പർശിക്കുന്ന കാര്യങ്ങൾക്കും അതീതമാണ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു വ്യക്തി വളർന്നു വലുതായി വരുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അയാൾക്ക് പ്രകടമായി മനസ്സിലാകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ പറയുന്ന പ്രകടമായ ഭൗതികമായ ഒരു ഞാനിലാണെങ്കിൽ, ഞാൻ ആയിരിക്കുന്നൊരവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രകടമാണ്, നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇത് വെളിപ്പെടുത്താൻ പറ്റില്ല, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, നിറഞ്ഞു കവിഞ്ഞു വരുന്നതാണ്. ആ ഒരു തരം ആത്മതലം നമ്മുടെ ഉള്ളിലുണ്ട്. നിലവിൽ ഈ കാണുന്ന ഭൗതികമായ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളെ വളർത്താൻ സഹായിക്കുന്ന, വളരാൻ സഹായിക്കുന്ന, നമ്മളെ വികസിപ്പിക്കുന്ന ഒന്ന്. ഇപ്പൊ എനിക്ക് കരുണയുണ്ട്, ഒരു ജീവിയോട് ഒരു കരുണയുണ്ട്. ആ കരുണയോട് ഞാൻ ആ ജീവിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ ആ ജീവിക്ക് എന്നേക്കും എന്നോട് മമതയുണ്ടാവും. ഈ ബന്ധത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണ്? എന്റെ ഭൗതികമായതൊന്നുമല്ല, എന്റെ കരുണയുടെ ഭാവമാണ്. ആ കരുണ ഉള്ളിൽ കൈവശം വയ്ക്കുവാനുള്ള ആ ഒരു മനോതലമാണ്. അതൊരു ക്വാളിറ്റിയാണ്, ഒരു വാല്യൂ ആണ്. അപ്പോ ഞാൻ ആകുന്നു, ഐ ആം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് പ്രകടമല്ല, ഭൗതികമല്ല. അതാണ് അതിന്റെ സവിശേഷത. അപ്പോൾ നിലവിൽ കാണുന്ന പരിധിക്കും അപ്പുറത്ത് നമ്മളെ വളരാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസ് തരുന്ന ഒരു ആത്മതലമാണ് ഈ അതീത ആത്മം എന്ന് പറയുന്നത്. ഞാൻ എന്താകാൻ കഴിയുന്നു? ഇപ്പൊ ഞാനൊരു ഗായകനാവുക, അല്ലെങ്കിൽ ഞാനൊരു കരുണവാനാകുക, അല്ലെങ്കിൽ ഞാനൊരു സഹായിയാകുക എന്ന് പറയുന്ന ഒരാശയം എനിക്ക് ആകാൻ കഴിയുന്ന ഒരു രൂപമാണ്, എനിക്ക് ആകാൻ കഴിയുന്ന ഒരു ഇടമാണ്. ആ ഇടത്തിലേക്ക് ഒരു ദിശയുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. അവിടെ ഞാൻ ആയിത്തീരുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, ഞാൻ ആണ് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നു, അതെനിക്ക് പ്രകടമാക്കാൻ കഴിയുകയും ചെയ്യും. അതൊരു സാധ്യതയാണ്. ആ സാധ്യതയുടെ ഉറവിടമായിട്ടുള്ള അന്തർബോധമുണ്ടല്ലോ, അതാണ് ഈ അതീതാത്മം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് ഈ ആത്മം എന്ന് പറയുന്നത് ഒന്നും തന്നെ സ്ഥായിയല്ല, സ്ഥിരമായ ഒന്നല്ല, അത് വികസിക്കുന്ന, ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോ ഇന്ന് കാണുന്ന ഭൗതികമായ ഞാനിൽ നിന്നും എനിക്ക് ആകാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് എനിക്ക് വികസിക്കാൻ പറ്റും. ആ വികസിക്കുന്ന ആത്മാവസ്ഥയാണ്, വികസിതമായ ആത്മാവസ്ഥയാണ്. അത് നമുക്ക് ഭൗതികമായി അറിയാൻ കഴിയാത്തതാണ്. ഭൗതികമായി അറിയാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ഭൗതികമായി സ്പർശിക്കാൻ കഴിയാത്തതാണ്, പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ്, തെളിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ എന്നിൽ നിറഞ്ഞിരിക്കുന്നു. അതിലേക്ക് എനിക്ക് വികസിക്കാൻ കഴിയും. അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷെ അത് പ്രകടിപ്പിക്കാനും കഴിയും. ഇതിനെയാണ് നമ്മൾ ഈ ആയിരിക്കുക എന്ന് പറയുന്നത്, അതീത ആത്മം എന്ന് പറയുന്നത്. ഈ അതീത ആത്മം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഐ ആം, ഞാൻ ആകുന്നു എന്ന് പറയുന്നത്, ഞാൻ ആകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, ബീയിങ്ങിൽ നിന്നും ബിക്കമിങ്ങിലേക്കുള്ള ഒരു സാധ്യത നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആന്തരിക ശേഷികൾക്കനുസരിച്ചാണ് ഉണ്ടാവുന്നത്. നമുക്ക് എത്രത്തോളം ശേഷികൾ ഉണ്ടെന്നുള്ളത്, ഈ ശേഷി നമുക്ക് പ്രകടിപ്പിക്കാൻ, നമുക്കിപ്പോ ചിത്രം വരയ്ക്കാനുള്ള ശേഷിയുണ്ട്, ചിത്രം വരച്ച് പ്രകടിപ്പിക്കാം. പക്ഷെ ചിത്രം വരയ്ക്കുന്നത് കാണുമ്പോഴോ ചിത്രത്തെ കാണുമ്പോഴോ ആണ് നമുക്കത് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതല്ലാതെ അത് നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിത്രകാരനാണോ, ഗായകനാണോ, കരുണാവാനാണോ എന്നുള്ളതൊന്നും തന്നെ അവിടെ പ്രകടമാകില്ല.
അപ്പോ ഈ ഐ ആം എന്നുള്ളതിന്റെ ആ വികസിത രൂപമാണ് ഇവിടുത്തെ സാധ്യത എന്ന് പറയുന്നത്. അത് എനിക്ക് ആയിത്തീരാൻ കഴിയുന്ന ഒരു സാധ്യത, അത് ആന്തരികമായ ശേഷിക്കനുസരിച്ചാണ്. ഈ ആന്തരിക ശേഷി നമ്മൾ പ്രകടമാകുന്നത് എങ്ങനെയാണ്? അത് മൂല്യങ്ങളുടെ രൂപത്തിലാണ്, വാല്യൂസ് ആയിട്ടാണ് നമ്മൾ വെളിയിലേക്ക് അറിയുക. അപ്പോൾ ഒരു വ്യക്തിയില് വാല്യൂ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മൂല്യത്തെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ആ അതീത ആത്മത്തിന് ഉടമയാണ് എന്നുള്ളതാണ്. ഈ കാണുന്ന ഭൗതികമായ രൂപത്തിനല്ലാതെ അയാള് അതീതമായ ആത്മത്തില് ഊന്നിയതാണെന്ന്. ഇപ്പോ ചില ആളുകളുണ്ട്, പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കെട്ടി കൊണ്ടുവന്നു. അപ്പൊ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് ആ പെണ്ണ് എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപം, അപ്പോഴത്തേക്കുന്ന ആഭരണം, അപ്പോഴത്തെ നടത്തം, പെരുമാറ്റം, ഇത് മാത്രമാണ്. ഇത് കണ്ടിട്ടാണ് പെണ്ണ് കണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് എങ്കിൽ ഈ വ്യക്തിയുടെ ഗുണങ്ങളെക്കുറിച്ച്, നന്മയോ തിന്മയോ ആകട്ടെ, ആ ഗുണങ്ങളെക്കുറിച്ച് ഈ കാണാൻ പോയ വ്യക്തിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഈ കാണുന്ന രൂപം വെച്ച് നമുക്ക് അളക്കാൻ കഴിയില്ല. ആ വ്യക്തി എങ്ങനെ പെരുമാറും, എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും, എങ്ങനെ കാര്യങ്ങളെ വിസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതെല്ലാം തന്നെ ആ വ്യക്തിയുടെ ആന്തരിക മൂല്യങ്ങൾക്കനുസരിച്ചാണ്. ആ ആന്തരിക മൂല്യമാണ് അയാളിലെ അതീത ആത്മം എന്ന് പറയുന്നത്. ഈ ആത്മത്തെ നമുക്ക് പ്രകടമായിട്ട് കണ്ടറിയാൻ കഴിയില്ല. അപ്പൊ ഈ അതീത ആത്മം നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരുന്നത് ഒരു വ്യക്തിയുടെ ഭൗതികമായ രൂപത്തിനും അപ്പുറത്തുള്ള സാധ്യതകളെയാണ്. ആ സാധ്യതകൾ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? ആ ആളിലുള്ള വാസനകളുണ്ട്, പ്രവണതകളുണ്ട്, ടെൻഡൻസീസ് എന്ന് പറയുന്നത് അയാളിലുള്ള ഇൻറ്റ്യൂഷനുകൾ വഴി അത് വെളിപ്പെടും. അയാൾക്ക് ഇപ്പോ ഒരു വീട് ക്രമത്തിലാക്കി സൂക്ഷിക്കുക എന്നുള്ളത്, ക്രമം എന്നുള്ള മൂല്യം അകത്തുള്ള ഒരാൾക്ക്, ക്രമത്തെക്കുറിച്ചുള്ള ആന്തരിക ഗുണമുള്ള ഒരാൾക്ക്, ക്രമത്തോട് സമരസപ്പെടാനുള്ള ആന്തരിക ചോദനയുള്ള ഒരാൾക്ക് മാത്രമേ ക്രമത്തിലായിരിക്കാൻ കഴിയുകയുള്ളൂ, ക്രമം തെറ്റിയവയെ പുനഃക്രമീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇതെങ്ങനെയാണ് വെളിയിൽ വരിക? ഇത് ഇൻറ്റ്യൂഷന്റെ രൂപത്തിലാണ്, അയാളുടെ നൈസർഗികമായ പ്രവണതകളുടെ രൂപത്തിലാണ്, വാസനകളുടെ രൂപത്തിലാണ് അത് വെളിയിൽ വരിക. അപ്പോ അവരുടെ ആ സാധ്യത, ഇപ്പോ നമ്മൾ ചിലര് നമ്മുടെ വീടോ സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പദ്ധതിയോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി ചെയ്തു പോകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ചിലരുടെ കാര്യത്തിൽ. അതെന്തുകൊണ്ടാണ്? അയാൾക്ക് ആ ക്രമത്തെക്കുറിച്ചുള്ള മൂല്യം അകത്തുണ്ട്. അത് ക്രമീകരിച്ചു വെക്കുക, പുനഃസ്ഥാപിക്കുക എന്നുള്ള ക്രമം അയാളുടെ അകത്തുണ്ട് എന്ന നമ്മുടെ തിരിച്ചറിവിലാണ് നമ്മൾ അയാളെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക, അതിനെ പ്രവചിക്കാൻ കഴിയുക. അപ്പോ അയാളുടെ അകത്ത് ആ ആന്തരികമായ വാസന ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രകടമായ കാര്യം, അല്ല അതിന് ഏറ്റവും പ്രാഥമികമായ കാര്യം. ഇനി ആ വാസന ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യുവാനുള്ള കഴിവ്, സ്കില്ല് അയാൾക്ക് ഉണ്ടാവണം. സ്കില്ല് ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, വഴക്കം ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ച് അയാളുടെ ശരീരം വഴങ്ങണം, മനസ്സ് വഴങ്ങണം, അയാളുടെ ശീലങ്ങൾ വഴങ്ങണം, വഴക്കം ഉണ്ടാകേണ്ടതുണ്ട്. ആ വഴക്കമുള്ള ഒരാളത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെത്തുന്ന ഇടമാണ് തഴക്കം. അപ്പോ വഴക്കവും തഴക്കവും ഉണ്ടാവുക എന്നുള്ളതാണ് സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. ഈ വഴക്കവും തഴക്കവും ഉണ്ടാവുക എന്നുള്ളത് ഈ സാധ്യതയുടെ ഒരു കാര്യമാണ്. മൂന്നാമത് വേണ്ടത് അയാൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവാണ്. ക്രമം എന്നുള്ളത് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തതാണ് ക്രമം. ആ ക്രമം എന്നുള്ള ഒരു കാര്യം ആവശ്യകത എന്താണ്, അത് ലക്ഷ്യമാക്കുന്നത് എന്താണ്, അത് നമുക്ക് നൽകുന്ന ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് അയാൾക്ക് ഉണ്ടാവണം. അറിവെന്ന് പറയുന്നത് അയാളുടെ വിശ്വാസങ്ങളുടെ രൂപത്തിലും ഓർമ്മകളുടെ രൂപത്തിലുമാണ് അത് അവിടെ നിൽക്കുക. ഇത് ഇയാൾക്ക് ഉണ്ടാവണം. അപ്പോ നമ്മൾ ഈ വിശ്വാസങ്ങളും ഓർമ്മകളും ഈ രൂപത്തിലുണ്ടെങ്കിൽ, അതീതാത്മം എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസങ്ങളും ഓർമ്മകളും ഉണ്ട്, അത് ചില മൂല്യങ്ങളെ എടുത്ത് ദ്യോതിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം അയാളിൽ അതീതാത്മമുണ്ടെന്ന്. ഈ അതീതാത്മമാണ് അയാളെ പ്രകടമായിട്ട് അത് എത്തിക്കുന്നത്. അത് മാത്രം മതിയോ? അറിവും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതിനെ ചിന്തിച്ച് സങ്കല്പങ്ങളാക്കി മുൻപോട്ട് കൊണ്ടുവരണം, ആഗ്രഹങ്ങളാക്കി മുൻപോട്ട് കൊണ്ടുവരണം. അപ്പൊ സങ്കല്പിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് ഈ അതീത ആത്മത്തിന്റെ പ്രത്യേകതയാണ്. ആഗ്രഹങ്ങൾ ഉണ്ടാവുക, വിഷ് ഉണ്ടാവുക, വില്ലുണ്ടാവുക എന്ന് പറയുന്നതും ഈ പറയുന്നതിന്റെ ഭാഗമാണ്, അതീത ആത്മത്തിന്റെ ഭാഗമാണ്. അപ്പോ നമ്മുടെ ഉള്ളിൽ ചോദനകൾ ഉണ്ടാവുക, ശേഷികൾ ഉണ്ടാവുക,
ജ്ഞാനമുണ്ടാവുക, വിശ്വാസങ്ങൾ ഉണ്ടാവുക, സ്മൃതികൾ ഉണ്ടാവുക, ചിന്തകൾ ഉണ്ടാവുക, അതിൽ സങ്കല്പങ്ങൾ ഉണ്ടാവുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുക, പ്രത്യാശകൾ ഉണ്ടാവുക, ഭാവനകൾ ഉണ്ടാവുക. ഇതെല്ലാം തന്നെ അതീത ആത്മത്തിന്റെ പ്രത്യേകതകളാണ്. ഇത് നമുക്ക് ഒരു വ്യക്തിയിൽ ലീനമായിട്ടേ കാണാൻ കഴിയൂ. അത് പ്രകടമാവില്ല. പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇത്. അപ്പൊ അയാളിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് അയാളുടെ വ്യക്തിപരമായ സാധ്യതയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് അയാളായിട്ട് ഇടപെടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് ഒരാളെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ CV നോക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് കേട്ടറിഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അയാളെ നമ്മൾ കൊണ്ടറിയണം, അയാളെ അനുഭവിക്കണം. അതിലാണ് അയാളുടെ സാധ്യതയുള്ളത്. ആ സാധ്യതയുള്ള ഒരാളിലാണ് ശുഭകരമായ ഒരു ഭാവി ഉണ്ടാവുക. ഇതേ സാധ്യത തന്നെ നെഗേറ്റ് ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദുരന്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. പല വ്യക്തികളും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പേറുന്നവരുണ്ട്. ചിലരുടെ ദുരിതങ്ങൾ അവരിൽ മാത്രം നിലനിൽക്കില്ല, അവർ നിൽക്കുന്ന ഇടത്തും മറ്റുള്ളവരിലേക്കൊക്കെ വിതറിക്കൊടുക്കും. ഇതെന്താണ്? ഇതും അതീതാത്മം തന്നെയാണ്. ഈ അതീതാത്മത്തിന്റെ ഒരു നെഗറ്റീവ് വശം. പോസിറ്റീവ് വശമാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഇയാളിലുള്ള ഈ ആന്തരിക മൂല്യങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രവണതകൾ അല്ലെങ്കിൽ വാസനകൾ, അതിനനുസരിച്ചുള്ള ശേഷി, അതിനനുസരിച്ചുള്ള അറിവ്, അതിനനുസരിച്ചുള്ള ചിന്ത, ഇതാണ് അയാളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അയാളുടെ ധർമ്മത്തിന്റെ പ്രകടനത്തെ നിർണ്ണയിക്കുന്നത്, അയാളുടെ കർമ്മ പദ്ധതികളെ നിർണ്ണയിക്കുന്നത്. അപ്പോ ഒരാളിൽ മൂല്യമുണ്ടെന്ന് പറയുമ്പോൾ ആ മൂല്യത്തിനനുസരിച്ച് അയാളിൽ ഇന്ന ഔട്ട്പുട്ട് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നമ്മളിൽ എടുക്കുക, നമ്മൾ മറ്റൊരാളെ അളക്കുന്നത് വെച്ചിട്ട് പറഞ്ഞത്, കാരണം ദൃശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ വെച്ച് നമുക്ക് അളക്കാൻ എളുപ്പത്തിൽ പറയാൻ കഴിയുക. ഇപ്പൊ നമ്മളെ വെച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കാണുന്ന ഭൗതിക രൂപമോ ഭൗതിക പ്രകടനമോ ഭൗതികമായ ഓണർഷിപ്പോ ഒന്നും അല്ലാതെ നമ്മുടെ ഉള്ളിലെ ആന്തരികമായ വാസനകൾ എന്താണ്? ഈ വാസനകൾക്ക് എന്തിനനുസരിച്ചാണ്? നമ്മുടെ ധർമ്മത്തിനനുസരിച്ചാണ്, നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോ പർപ്പസ് കാണാൻ കഴിയോ? ഇല്ല. ധർമ്മം കാണാൻ കഴിയോ? ഇല്ല. അതെങ്ങനെ മനസ്സിലാവുക? ധർമ്മത്തെയും പർപ്പസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വാസനകൾക്കനുസരിച്ചാണ്. നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് ആ ചെയ്യുന്നതിനനുസരിച്ചുള്ള വാസനകളാണ് എനിക്ക് ഉണ്ടാവുക, അതിനനുസരിച്ചുള്ള ശേഷികളാണ് എനിക്ക് ഉണ്ടാവുക, അതിനനുസരിച്ചുള്ള മുൻ അനുഭവങ്ങളായിരിക്കും എനിക്ക് ഉണ്ടാവുക. ആ അനുഭവങ്ങൾക്കനുസരിച്ചായിരിക്കും എൻ്റെ സങ്കല്പങ്ങളും ചിന്തകളും ഉണ്ടാവുക. എന്റെ ആന്റിസിപ്പേഷൻസ്, പ്രത്യാശകൾ അനുസരിച്ചാണ് ഉണ്ടാവുക. ആ ദിശയ്ക്കായിരിക്കും എന്റെ ശരീരത്തിന്റെ ചൈതന്യം സഞ്ചരിക്കുക. ആ ദിശയ്ക്കായിരിക്കും എന്റെ ശരീരം യാത്ര ചെയ്യുക, എന്റെ മനസ്സ് യാത്ര ചെയ്യുക, എന്റെ പ്രവൃത്തികൾ യാത്ര ചെയ്യുക. ഇതെല്ലാം ആ ദിശയ്ക്കായിരിക്കും പോവുക. ഇത് നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നതല്ല. എന്ന് വെച്ചാൽ ഭൗതികമായിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് മെഷർ ചെയ്യാൻ പറ്റും, സ്പർശനീയമല്ല. പക്ഷെ നമ്മൾ അനുഭവിക്കും, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതാണ് ഞാൻ ആകുക എന്ന് പറയുന്നത്. ഞാൻ ആകുക എന്ന് വെച്ചാൽ ആയിത്തീരുക എന്നുള്ളൊരവസ്ഥ ഈ നമ്മൾ പറഞ്ഞ ആത്മത്തിന്റെ ഒരു പരിണാമത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ആയിത്തീരുന്നതിന്റെ ഈ ഘട്ടമുണ്ടല്ലോ, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം, ഈ ഘട്ടമാണ് ഈ ആണ് എന്ന് പറയുന്നത്, ഐ ആം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ഐ ആം എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓർ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹോളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രകടമായ ആ രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പ്രകടമല്ലാത്ത ഒരു ഞാൻ ഉണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നു, അല്ലെ? ഇന്നലെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതെല്ലാം പ്രകടമായിട്ടുള്ളതാണ്. നമ്മള് ഈ സ്പർശനീയമായ ഞാനുണ്ട്, ഉടമസ്ഥ ആത്മമുണ്ട്, അതിനുശേഷം നമ്മളെ നിർമ്മിതമായിട്ടുള്ള ആത്മമുണ്ട്. ഇതൊന്നുമല്ലാതെ, നമ്മൾ ഈ നിർമ്മിച്ചെടുത്ത സാധനങ്ങളൊന്നും അല്ലാതെ നമ്മുടെ അകത്തെ മൂല്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു ഞാൻ, അതാണ് ഞാൻ ആണ്, ഐ ആം എന്ന് പറയുന്നത്. ഞാൻ ഇനി നാളെ ഈ ആത്മപരിവർത്തനത്തിന്റെ ഭാഗമായി നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്തിച്ചെല്ലുന്ന ഇടമാണ് ഞാൻ ആകാൻ പോകുന്നത്. അതും ഐ ആം ഓർ ഐ വിൽ ബി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ ഞാനാണ് അതീതാത്മം. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമുക്ക് പ്രകടമായി ഭൗതികമായി കാണുന്ന ആത്മത്തിനും അപ്പുറത്ത് ഓരോരുത്തർക്കും അവനവനിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മം പ്രത്യേകമായിട്ടുണ്ട്. ഞാൻ കാണുന്ന പ്രകടമായ അതൊന്നും അല്ലാതെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അത് നമുക്ക് പേപ്പറിൽ എഴുതി കാണിക്കാനോ തെളിവുകൾ കാണിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ട് എന്ന് നമുക്കറിയാം.
കാരണം വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചതാണ്, പ്രണയം നമ്മൾ അനുഭവിച്ചതാണ്, കരുണ നമ്മൾ അനുഭവിച്ചതാണ്. ഈ മൂല്യങ്ങളുടെ രൂപത്തിലും ഈ ചോദനകളുടെ രൂപത്തിലുമാണ് ഇത് അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ആത്മമാണ് അതീത ആത്മം എന്ന് പറയുന്നത്. ഈ അതീത ആത്മം എന്നിലുള്ളതുപോലെ നിങ്ങളിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരിലും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ കുറിച്ചും അവരുടെ അതീത ആത്മത്തെക്കുറിച്ച്, അവരുടെ മൂല്യം എന്നിൽ തുടങ്ങി, മൂല്യം എന്നുള്ള രൂപത്തിലാണ് ഇത് മൊത്തത്തിൽ വെളിയിൽ വരിക. അതിനെ ഒന്ന് ഇട പിരിക്കാൻ നോക്കിയാൽ നമ്മുടെ ആ വ്യക്തിയുടെ വാസന, അത് അവനവനാണ് ശരി, കൂടെ ജീവിക്കുന്നവരാണ് ശരി, അവനവന്റെ വാസന എന്താണ്, ചോദനകൾ എന്താണ്, ശേഷികൾ എന്താണ്, പരിമിതികൾ എന്താണ്, വിശ്വാസങ്ങൾ എന്താണ്, അറിവുകൾ എന്താണ്, ഓർമ്മകൾ എന്താണ്, പിന്നെ ചിന്തകളുടെ രൂപത്തിലാകുമ്പോൾ സങ്കല്പങ്ങൾ എന്താണ്, പ്രത്യാശകൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, ഇവയെല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ അവരുടെ മൂല്യമായിട്ട് ബോധ്യപ്പെടേണ്ടത്. അങ്ങനെ നമ്മളിലും നമ്മുടെ കൂടെയുള്ളവരിലും നിറഞ്ഞു നിൽക്കുന്ന മൂല്യത്തിന്റെ രൂപത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ അതീത ആത്മം എന്താണ്, എത്രത്തോളമാണ്, ഏത് ദിശയ്ക്കാണ് എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുക. അതുമായിട്ടാണ് തുടർന്നുള്ള യാത്ര നമുക്ക് ചെയ്യേണ്ടത്. ആ തുടർയാത്ര എത്തും വരേക്കും നിങ്ങളെവർക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.